ചുക്കും പേടിക്കണ്ട. അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു. സമയാവട്ടെ. നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ ശനി, അത് തീർക്കണ്ടേ? അതൊക്കെ ഇപ്പഴാ വന്ന് ചോദിക്കണേ. സമയം കൊടുക്കടാ. ബാലരാമേട്ടാ, നിങ്ങളുടെ അനിയന്മാരെ കടപ്പുറത്തിട്ട് പട്ടിയെ തരണോന്ന് തരണു. വേഗം ചെന്നിലെ അവന്മാരെ കൊന്ന് കടലിലെറിയും. എന്ത് വിചാരിച്ചടാ 500 മക്കളെ കൈവച്ചത്? അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. ആള് പറയില്ല, അച്ഛമ്മ പറഞ്ഞിട്ട. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നത്. സംശയമാണോ പട്ടികളെ? നിക്കണവിടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ലെന്ന്. എന്നാ അവന്റെ മേലും മണ്ണല്ലടാ, മാല വീഴാൻ പോണത്, പൂമാല. എടാ, അവൻ എന്തിനാ നടക്കണെന്നറിയാമോ? അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. സ്വന്തം മകന് 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛമ്മ നിന്ന് നടത്തി കൊടുക്കടാ. ചെന്ന് പറയണ നിന്റെ അച്ഛനോട്, പറ്റുകിൽ വന്ന് തടയാൻ പറയണ നിന്റെ അച്ഛനോട്. അമ്മേ, അമ്മ എന്ത് ഭ്രാന്തായി പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി, പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം? നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാടാ ഈ അച്ഛമ്മ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ. അവനെ ജീവനോടെ കൊണ്ടുവരണോ കൊന്നു കൊണ്ടുവരണോ? അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്തിരിക്കും. അങ്ങനെ പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല. അത് നിന്റെ ലക്ക്.
എന്താ കേറാ വണ്ടിയെ. എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. വിളിച്ചേ, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ എങ്ങോട്ടും ഇല്ല. വീട്ടിൽ നിങ്ങളെ തല്ലി ഇറക്കില്ലേ, പിന്നെന്തിനാ? ഞാനാ പറഞ്ഞത് വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല, അച്ഛൻ വന്ന് വിളിച്ചാൽ ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിനക്ക് ആനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ നിന്നെ ഞാൻ. കേറണം വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ ദേ അച്ഛൻ. വേണ്ട. എന്താ പറഞ്ഞത്? അനിയനല്ലേ? എനിക്കിങ്ങനെ അനിയനില്ല. 500 കുടുംബത്തിൽ ഇങ്ങനെ ഇല്ല. അയാളെ ഇങ്ങോട്ട് വിടാൻ. എന്നെ കൊല്ലട്ടെ. വേണ്ട, അവരെ വിട്ടേക്ക്. വലിയ 500 ആനാണ് പോലും. 500 ആൻ. ഇപ്പൊ എവിടെ പോയി 500 ആന്റെ അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 ആന്റെ മക്കളുടെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അയാളടുത്തേക്ക് പോകണം. എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം. അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ? ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം. പട്ടിയെ പോലെ വന്ന് കാവല് നിൽക്കണം. അയാള് വലിയ 500 ആനല്ലേ? മിക്കത്ത് എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന 500 ആൻ. ചെല്ലേ, ചെന്ന് ചോദിക്കേ. ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു തരാൻ അയാൾ തയ്യാറാവും. നിക്കണവിടെ. ആരുടെ ചോദിച്ചവനായി പഠിക്കാതെ കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ 500 ആറ്റി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട, അതെ ഇങ്ങോട്ട് കയറ്റിവിടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട.
ചോദ്യമൊക്കെ ഞാൻ ആയിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 ഇല്ല. ഇവിടെ പോയി നിങ്ങളുടെ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? ഓല്ല പിന്നെ. ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ട്. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മറ്റു കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നോ നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നോ എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിച്ചേരും നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞ് നടക്കുന്നത്, അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടി ചേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവായിട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ. രാമദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടിച്ചാൻ പരത്തികളെയും പന്നി. സഹോദര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റിയ വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാൻ, പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാൻ. ചാവാണ്ട് മാറാ വണ്ടിയുടെ മുമ്പിൽ നിന്ന്. എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പം ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛൻ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ? അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. ആ പരിസരത്ത് പോലും ഞാൻ വരില്ല. ദേവി ചെയ്ത് അച്ഛൻ ഇവിടെ പോവരുത്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛാ. അതിന് കൊച്ചാട്ടനും വലിയേട്ടനും അവർക്ക് കൂട്ടു നിൽക്കരുത്. പറഞ്ഞു നിൽക്കാതെ അവന്റെ നെഞ്ചത്തോടെ കയറ്റി വിടാൻ വേണ്ടി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. നിങ്ങളും അവിടെ വരരുത്. ആ കല്യാണം നടത്തരുത്. അച്ഛൻ തോൽക്കരുത്. എനിക്ക് എന്റെ അച്ഛനാ വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാ വലുത്. ഞങ്ങളവിടെ പോവും, ആ കല്യാണം നടത്തും. തടയാനെങ്ങാനും വന്നാ നിന്നെ കൊന്നെങ്കിലും അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. 500 മകൻ ബാലരാമനാ പറഞ്ഞേ, ഓർത്തോ? എന്നാൽ അതേ 500 മോൻ രാമഭദ്രൻ പറയുന്ന ഓർത്തോ? ഞാൻ അവിടെ വരും. നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല,
എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടി. നമുക്ക് കാണാടാ. കാണാം. ആ കാണാം. ഞാനല്ലേ പറയുന്നത്, നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ. രാമഭദ്രൻ അവിടെ വന്നിരിക്കും. അവൻ തന്നെ നിന്റെ കഴുത്തി താലി കെട്ടുകയും ചെയ്യും. വേണ്ട, ഞാൻ വരില്ല. ഇങ്ങനെ ബഹളവും ലഹളയൊക്കെ ആയിട്ട് എന്റെ കഴുത്തിൽ ആരും താലി കെട്ടണ്ട. എന്റെ അമ്മയുടെ കല്യാണം പോലെ ഇതും വെട്ടും കുത്തും ഒക്കെ ആയി തീരാൻ ഞാൻ സമ്മതിക്കില്ല. മാലു, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനും ഈ പാടക്കപ്പെടുന്നത്. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം. നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ, അഞ്ഞൂറാ നോക്കി നിൽക്കേ, രാമഭദ്രൻ നിന്റെ കഴുത്തി താലി കെട്ടണം. അതല്ല, ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ ആയിക്കോ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ആ വരൂ. ഇതാണ് കുട്ടി, ഇതെന്റെ ഭാര്യ, ഇത് അനിയന്റെ ഭാര്യ. പൊയ്ക്കോളൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കാണണം. ഇവിടെ നിങ്ങും പോകരുത്. പ്രത്യേകിച്ച് ആവേശം ശ്രദ്ധിച്ചോണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോരുത്. ആ വരൂ വരൂ. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ, എന്നോട് കയറെന്ന് പറയാൻ നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കേറുടാ. അമ്മയുടെ ഉങ്കും ഭാവമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന അഞ്ഞൂറാം മുതലാളിയാ. മുതലാളിയോട് വിരോധവും ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി, കാര്യം ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ, കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറി പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്ക് ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. എരിയിരുത്തവരെ, പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ, അവനെ. അയ്യോ, എടാ, അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലുവടാ, നിന്നെ ഞങ്ങളിന്ന് കൊല്ലും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമുള്ള ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അഞ്ഞൂറാ തടയുമായിരുന്നില്ലേ, ബാലരാമേട്ടൻ തടയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മര് തമ്മിൽ അടിക്കണം കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് അഞ്ഞൂറാന്റെ മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് അഞ്ഞൂറാനല്ലേ? അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണ അമ്മമാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല, വാ. വാടാ. രാമഭദ്ര, പാത്രം വെക്ക്, പാത്രം വെക്ക്. മായൻകുട്ടി, പാത്രം ഇറക്കും, പാത്രം ഇറക്കും. പാത്രം ഇറക്കാം. ഒറ്റയിടില്ലെന്ന്.
നിക്കവിടെ. ആ ഇതെന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര. എന്താ തിരിച്ചു വേണ്ടേ? ബാലരാമ നോക്കടാ. വേണ്ട ബലമേട്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് മാറി, എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഞാൻ നോക്കാം. ആ ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റ് ആയി പോയി. ഇത് അവരല്ല, അടുത്തു വാ. ആ ഓക്കെ, എല്ലാം ഓക്കെയാണ്. കണ്ട, കലം തലയിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്നാ നീ സ്ഥിരമായിട്ട് വെച്ചോടാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒച്ച വയ്ക്കില്ലേ എന്നെ? ഓടിക്കടാ, മാത്രം ഓടിക്കോ. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, ഞാനാണ് വീരഭദ്രൻ, ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ, നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ. രാമോദ്ര, അയ്യോ രാമോദ്ര, നിങ്ങൾ കിടക്കായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കനെ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് വേണമെങ്കിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഇറക്കി താഴെ വെക്ക്. ഡ്രസ് ഒക്കെ മാറ്റി വേഗോട്ടെ. മുണ്ട് മുണ്ട് പിടിക്കേണ്ടി പോണേ. ഇത് പിടിക്കാം. ആവശ്യം വന്നാൽ ഇനിയും തലയിൽ വെക്കാലോ. ഒന്നുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടാ, നിന്നെ കണ്ടു എന്റെ കാലക്കേട്. ഡോക്ടറെ, ആ ഹലോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ വീര? വന്നേ പറയാം. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യമാണ്. അയ്യോ ഡോക്ടർ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം ധൈര്യം ആകാമല്ലോ അല്ലേ? എന്ത് സ്മോള്? അയ്യോ വേണ്ട, ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട്. അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? അയ്യോ ഞാൻ ഭൂമിയായിട്ട് ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോവും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും. ചെല്ല്, അങ്ങോട്ട് ചെല്ല്. നീ ഇതെവിടെ പോയിരുന്നു? ഒന്നുമില്ല, വെറുതെ. എന്താ? ഒരു പ്രശ്നമുണ്ട്. അയ്യോ ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് ഇവ വൃത്തികളൊക്കെ പോകുന്നത്. ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കങ്ങ് ചെയ്തോടെ? ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്, അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ചെന്നാ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. പിന്നെ പയ്യൻ വേണ്ടെന്നേ പറയൂ, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്ല്. ഇത് വലിയ കഷ്ടമായിട്ട്. നീ വന്നേ. അയ്യോ ഇപ്പൊ വേണ്ട, അതൊക്കെ ഇപ്പൊ പറയും. കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷൻ ആവും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്താ ഒന്നുമില്ല, വാ. വേറെ ആര് പറയാ, ഞാൻ നോക്കിക്കോളാം. പേടിക്കാതെ വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ? ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നിറങ്ങി. പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്ത് തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ട്. അത് കയറി. എന്താ കാര്യം? എന്താ ഇവിടെ നിന്ന് കളിക്കാതെ അങ്ങോട്ടല്ലേ? നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകൾ ഇടുന്ന് ബഹളം ഉണ്ടാക്കും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി. നേരം കുറെ ആയല്ലോ, ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. കണ്ണാടി കൊള്ളാല്ലേ? നീ ആളെ നോക്ക്. ചേട്ടാ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നീന്റെ പിന്നിൽ കുട്ടപ്പനാ. എന്തേ താഴെല്ലാം പോയിട്ടാ? വണ്ടി പോട്ടെ.
എടാ ചെറുക്കനെ വിട്ടേ. ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവർ വയറ് നല്ല സുഖമല്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. വാ വാ. ചേട്ടാ, അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ടില്ല, വരാതിരിക്കൂ. ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ട് നടക്കും. മുഹൂർത്തായി, മുഹൂർത്തായി. മേളം നോക്കട്ടെ. സർവമംഗളമാംഗല്യേ സർവാർത്ഥദാതകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ, താലി വാങ്ങിക്കേ. നമ്മള് പിടിക്കണ്ട, അഞ്ഞൂറാമെന്ന് പിടിക്കട്ടെ. എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാകട്ടെ. നമ്മളിത് ഇടപെടണ്ട. നീങ്ങാവട്ടെ, നീങ്ങാൻ. നിങ്ങളുടെ അവിടുത്തെ അഞ്ഞൂറാനാണ്. നിങ്ങളുടെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടോ അവനെ, കൊല്ല്. വേണ്ട, ആരും വേണ്ട. ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്ത് താലി കെട്ടാനോ അല്ല. മാലു, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും. എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടവിടെ അടുത്ത താലി. അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല. അച്ഛൻ പറയേണ്ട, ഞാൻ കെട്ടില്ല. അച്ഛൻ പറഞ്ഞു. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 മോനെ കെട്ടാ നീ. അങ്ങോട്ട് മാറേ, മേളം തുടങ്ങിക്കേ, തുടങ്ങേ. നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ. കെട്ടാനാ പറഞ്ഞത്. നീ കെട്ടോ, താലി കെട്ടിപ്പറിച്ചു. ഇവിടെ കൊണ്ടുവരാ താലി. ഇവിടില്ല. കൊണ്ടേ കൊടുക്കും. നീ വന്നുണ്ടോ? എന്നെ ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. നീ എവിടേക്കാ പോ? ഞാൻ തരില്ല, തരില്ല. ശരിയാ. രാമോദ്ര, രാമോദ്ര.
ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം, നന്മ. അച്ഛാ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട. അച്ഛന്റെ കാല് വീട്, അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ, വാ. അച്ഛാ, ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക്. മുതലാളി, വീടെത്തി. കേറി വേടാ മക്കളെ, കേറി വാ.